me Anu, OET trainer, Dress Academy Tiruvalla. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് OET റൈറ്റിംഗിനെ പറ്റിയാണ്. സോ നേരത്തെയുള്ള വീഡിയോസിൽ നമ്മൾ കണ്ടു OET റൈറ്റിംഗിന്റെ ഫോമാറ്റ് എന്താണ്, അതുപോലെ OET റൈറ്റിംഗിന്റെ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് എങ്ങനെ എഴുതണമെന്ന്. സോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് OET റൈറ്റിംഗിന്റെ ഫസ്റ്റ് ബോഡി പാരഗ്രാഫ് എങ്ങനെ വേണമെന്ന് നോക്കാം. സോ ഈ ഫസ്റ്റ് ബോഡി പാരഗ്രാഫിന്റെ അകത്ത് വരേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഉണ്ട്. അതുപോലെ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും കൺസ്ട്രക്ട് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും ഉണ്ട്. നമുക്ക് നോക്കാം. ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത് പേഷ്യന്റിന്റെ പേരോട് കൂടെയാണ്. അതായത് മിസ്റ്റർ എക്സ്, ടൈറ്റില് പേഷ്യന്റിന്റെ ഫുൾ നെയിം. മിസ്റ്റർ എക്സ് വാസ് അഡ്മിറ്റഡ് അല്ലെങ്കിൽ പ്രസന്റഡ് അല്ലെങ്കിൽ വിസിറ്റഡ്, ഈ മൂന്ന് ടേംസ് നമുക്ക് യൂസ് ചെയ്യാം. ഹോസ്പിറ്റൽ അഡ്മിഷൻ ആണെങ്കിൽ അഡ്മിറ്റഡ് എന്നും, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ അല്ലെങ്കിൽ ക്ലിനിക്കിലൊക്കെ പേഷ്യന്റ് ജസ്റ്റ് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി വരുവാണെങ്കിൽ പ്രസന്റഡ് അല്ലെങ്കിൽ വിസിറ്റഡ് നമുക്ക് എഴുതാം. സോ മിസ്റ്റർ എക്സ് വാസ് അഡ്മിറ്റഡ് ടു ഹോസ്പിറ്റൽ. അതിൽ റീഡറിന് അറിയാവുന്ന ഹോസ്പിറ്റൽ ആണെങ്കിൽ ടു ദ ഹോസ്പിറ്റൽ എന്ന് എഴുതാം. റീഡറിന് അറിയാത്ത ഹോസ്പിറ്റൽ ആണെങ്കിൽ ടു ഹോസ്പിറ്റൽ എന്ന് എഴുതാം. വിത്ത് കംപ്ലൈൻസ് ഓഫ്, എന്തൊക്കെയാണോ പേഷ്യന്റിന്റെ ചീഫ് കംപ്ലൈൻസ് അല്ലെങ്കിൽ പ്രസന്റിംഗ് കംപ്ലൈൻസ്, ആ കംപ്ലൈൻസ് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്യണം. ഫുൾ സ്റ്റോപ്പ്. ഓൺ അസസ്മെന്റ് കോമ, അല്ലെങ്കിൽ ഓൺ എക്സാമിനേഷൻ കോമ, അല്ലെങ്കിൽ ഓൺ ഇവാലുവേഷൻ കോമ. പേഷ്യന്റിന്റെ എന്തൊക്കെയാണോ നമ്മൾ കണ്ടുപിടിച്ചത്, ഫിസിക്കൽ എക്സാമിനേഷനിൽ എന്തൊക്കെയാണോ കണ്ടുപിടിച്ചത്, ആ പോയിന്റ്സ് നമുക്ക് ഇവിടെ എഴുതാം. ഫോർ എക്സാമ്പിൾ ഹി ഹാഡ് സ്വെല്ലിംഗ്, അല്ലെങ്കിൽ ഷീ ഹാഡ് പെയിൻ, അങ്ങനെ എന്താണ് നമ്മൾ കണ്ടുപിടിച്ചത് ആ പോയിന്റ്സ് നമുക്ക് ഇവിടെ മെൻഷൻ ചെയ്യാവുന്നതാണ്. പിന്നെ ഇൻവെസ്റ്റിഗേഷൻസ്, നമ്മൾ എന്തെങ്കിലും ലാബ് ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ബ്ലഡ് കൾച്ചർ വിട്ടെങ്കിൽ ആ ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ നടത്തിയ കാര്യങ്ങളും അതിന്റെ റിപ്പോർട്ടുമാണ് നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതേണ്ടത്. അതിനുശേഷം ട്രീറ്റ്മെന്റ്, എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണോ നമ്മൾ ഈ ഹോസ്പിറ്റലിൽ വെച്ച് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ വെച്ച് പേഷ്യന്റിന് കൊടുത്തത്, ആ ട്രീറ്റ്മെന്റ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഓർഡറിൽ മെൻഷൻ ചെയ്യണം. അതിനുശേഷം കറന്റ് സ്റ്റേറ്റസ്, അതായത് കറന്റ്ലി പേഷ്യന്റ് സ്റ്റേബിൾ ആണ്, പ്രോഗ്രസിങ് ഇംപ്രൂവ്മെന്റ് ഉണ്ട്, ഈ കാര്യങ്ങളൊക്കെയാണ് കറന്റ്ലിക്കകത്ത് മെൻഷൻ ചെയ്യേണ്ടത്. അപ്പോൾ അഡ്മിഷൻ തൊട്ട് ട്രീറ്റ്മെന്റ് വരെയുള്ള കാര്യങ്ങൾ പാസ്റ്റ് ടെൻസിൽ നമ്മൾ എഴുതണം. അതുപോലെ ഈ കറന്റ്ലി എഴുതുമ്പോൾ അത് പ്രസന്റ് ടെൻസിലും എഴുതണം. ബാക്കിയുള്ളിടത്ത് വാസ് യൂസ് ചെയ്താൽ കറന്റ്ലി എഴുതി കഴിഞ്ഞിട്ട് ഈസ് യൂസ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ അഡ്മിറ്റ് ആയ കാര്യം എഴുതി, അസസ്മെന്റ് എഴുതി, ഇൻവെസ്റ്റിഗേഷൻസ് എഴുതി, ട്രീറ്റ്മെന്റ് എഴുതി. ഈ ട്രീറ്റ്മെന്റിന്റെ അകത്ത് മെഡിക്കൽ വരാം, സർജിക്കൽ മാനേജ്മെന്റ് വരാം, ഡ്രസ്സിംഗ് വരാം, പ്രൊസീജിയേഴ്സ് വരാം, ഓക്സിജൻ തെറാപ്പി വരാം, ഫിസിയോതെറാപ്പി വരാം. അങ്ങനെ നമ്മൾ കൊടുക്കുന്ന എല്ലാ ട്രീറ്റ്മെന്റ്സും ഇതിന്റെ അകത്ത് വരും. അപ്പൊ നമുക്കിനി ഇത് എങ്ങനെ സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. മിസ്റ്റർ എക്സ് വാസ് അഡ്മിറ്റഡ് ടു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ടു ദ ഹോസ്പിറ്റൽ. ശ്രദ്ധിക്കണം, ദ വരുന്നത് റീഡറിന് അറിയാവുന്ന ഹോസ്പിറ്റൽ ആണെങ്കിൽ മാത്രമേ ദ വരത്തുള്ളൂ. വിത്ത് ദ കംപ്ലൈൻസ് ഓഫ്, എന്തൊക്കെയാണോ ചീഫ് കംപ്ലൈൻസ് അത് എഴുതുക. ഓൺ എക്സാമിനേഷൻ കോമ, ഹി ഹാഡ്, എന്താണോ പേഷ്യന്റിന്റെ കണ്ടീഷൻ അല്ലെങ്കിൽ എന്താണോ പേഷ്യന്റിന്റെ ഫിസിക്കൽ എക്സാമിനേഷൻ ഫൈൻഡിങ്സ് അത് എഴുതുക. ഹിസ് ഇൻവെസ്റ്റിഗേഷൻസ് റിവീൽഡ്, എന്തൊക്കെയാണോ ഇൻവെസ്റ്റിഗേഷന്റെ അകത്ത് കണ്ടത് അത് എഴുതുക. അല്ലെങ്കിൽ ഹിസ് ഇൻവെസ്റ്റിഗേഷൻസ് കൺഫേം ദ ഡയഗ്നോസിസ് എന്നും എഴുതാം. ഹി വാസ് മാനേജ്ഡ് വിത്ത്, എന്തൊക്കെയാണോ ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുത്തത് ആ ട്രീറ്റ്മെന്റ് എഴുതാം. അല്ലെങ്കിൽ ഹി വാസ് ട്രീറ്റഡ് വിത്ത് എന്ന് എഴുതാം. പിന്നെ ഹി വാസ് കമൻസ്ഡ് ഓൺ, ആ മെഡിക്കേഷൻസിന്റെ പേര് എഴുതാം. കറന്റ്ലി ഒരു കോമ ഇടുക. ഹി ഹാസ് ഗുഡ് പ്രോഗ്രസ് അല്ലെങ്കിൽ ഹി മെയ്ഡ് എ ഗുഡ് പ്രോഗ്രസ്. ഹിസ് കണ്ടീഷൻ ഗെറ്റ്സ് വേഴ്സൻഡ് അല്ലെങ്കിൽ ഹി ഈസ് ഇംപ്രൂവിങ്. അങ്ങനെ നമുക്ക് എഴുതി ആ പാരഗ്രാഫ് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. സോ ഈ 5 പോയിന്റ്സ് ആണ് മെയിൻ ആയിട്ട് ഫസ്റ്റ് ബോഡി പാരഗ്രാഫിൽ വരുന്നത്. സോ സെക്കൻഡ് ബോഡി പാരഗ്രാഫായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.